ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അച്ചൂസ് ഓൺലൈൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പഴം കൊണ്ട് ഒരു ഹൽവയാണ്. അപ്പോൾ ഞാനിതിനായിട്ട് എടുത്തിട്ടുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടായ കണ്ണമ്പഴമാണ്. ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ 1 കിലോ പഴമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത പഴം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ശർക്കര ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഹൽവ ഒന്ന് നന്നായിട്ടൊന്ന് മുറുകി കിട്ടാനായിട്ട് ഒരു 1/2 കപ്പ് അരിപ്പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ നമുക്ക് ഹൽവ നന്നായിട്ടൊന്ന് മുറുകി റെഡിയായി കിട്ടും. അതുപോലെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. പാനിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ഒരു പരുവാവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം. ഇപ്പോൾ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ പഴം ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി ഈ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂസ് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം നമ്മുടെ പഴം ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ഹൽവയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നല്ലൊരു സ്വീറ്റാണിത്. നമുക്ക് ഏത് പഴം വെച്ചും ഇതുപോലെ ഉണ്ടാക്കി നോക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.